സന്തോഷമാർഗം എന്ന ഈ ആത്മീയ പ്രഭാഷണ പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് ദൈവം അവസരം തന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ക്രെഡിറ്റ് നമ്മൾ തന്നെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അമിതമായ ആത്മവിശ്വാസത്താൽ നാളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നവരാ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് കിടന്നുറങ്ങിയാൽ നാളത്തെ പ്രഭാതം കാണണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പുതിയ പ്രഭാതവും കാണുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ രാത്രി നമ്മേക്കാൾ മിടുക്കന്മാരും ആരോഗ്യമുള്ളവരും സമ്പന്നരും ശ്രേഷ്ഠരുമായ പലരും കിടന്നുറങ്ങിയിട്ട് അവർക്ക് ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ പോയ പലരുമുണ്ട്. എന്നാൽ ദൈവം നമുക്ക് ആയുസ്സിലെ ഒരു പുതിയ പ്രഭാതത്തോടെ കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പ്രഭാതം കാണാൻ നിൽക്കട്ടെ, കിടന്ന ഉറക്കം വരാത്ത ഒരുപാട് പേരുണ്ട്. വിവിധങ്ങളായ പ്രശ്നങ്ങളോട് ചിന്തിച്ച് ഏറ്റുമുട്ടി ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട്, ഉണ്ണുവാൻ താല്പര്യമില്ലാത്തവരുണ്ട്, സ്വസ്ഥതയില്ലാത്ത ആളുകളുമുണ്ട്. പ്രശ്നങ്ങളും ആവശ്യങ്ങളും കടങ്ങളും രോഗങ്ങളുമായിട്ട് ഇങ്ങനെ ഒരടിക്കടി ഇങ്ങനെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭക്തൻ പറയണേ, ഞാൻ കിടന്നുറങ്ങി, യഹോവനെ താങ്ങുകയാൽ ഉണർന്നു മരിക്കുന്നു. അല്ല, അപ്പോൾ ദൈവത്തിൻ്റെ സഹായത്താലാണ് നാം സമാധാനമായി കിടന്നുറങ്ങുന്നതും അടുത്ത പ്രഭാതം കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സഹായവും ഇതിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നാളുകളിൽ എന്തെങ്കിലും പ്രവർത്തിക്കാമെന്ന് ധൈര്യമായിട്ട് പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എല്ലാ സമയത്തും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്തോഷവും ദൈവിക നന്മയും പ്രാപിക്കുന്ന രീതിയിൽ ദൈവത്തെ ഭയപ്പെട്ട് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഇത് കൂടെ പറയുമെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം നമുക്ക് സമാധാനം തരുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം നമുക്ക് സന്തോഷം നൽകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളത് പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അവനെ അനുസരിക്കുക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ അനുസരിക്കാതെ നമ്മൾ ഇഷ്ടപ്രകാരം ജീവിക്കുകയും ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആവശ്യം നമ്മൾ ദൈവത്തെ വിളിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ സന്ദർഭങ്ങൾ എപ്പോഴും ദൈവം വിളി കിട്ടുന്ന വരില്ല. എന്നാലേ ദൈവത്തെ അനുസരിച്ചും അവനെ ഭയപ്പെടും ജീവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ ഓടിച്ചെന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം. അങ്ങനെയുള്ളവനെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതികൂലങ്ങളുണ്ടെങ്കിലും ദൈവനെ സംരക്ഷിക്കുകയും ദൈവനെ സൂക്ഷിക്കുകയും നമ്മുടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ വിശ്വസിക്കുക, ദൈവത്താൽ പരിഹാരമുണ്ടാകാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുവാൻ ആ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.